ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോങ് ഓഫ് സോങ്സ് എന്ന പോയത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പിക്ക് ഔട്ട് ദി എക്സ്പ്രഷൻ ദാറ്റ് ഷോസ് ദാറ്റ് ദി മ്യൂസിഷ്യൻ വാസ് എക്സോസ്റ്റഡ് ബട്ട് നോട്ട് ദി എഫക്റ്റ് ഓഫ് ദി മ്യൂസിക്. അത് എന്താണ്? ആ മ്യൂസീഷ്യൻ വളരെയധികം ക്ഷീണിതനായിരുന്നു അല്ലേ? പക്ഷേ ആ ക്ഷീണം അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ കാണാനില്ലായിരുന്നു അല്ലേ? ഇത് കാണിക്കുന്ന എക്സ്പ്രഷൻസ് പോയത്തിൽ നിന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, എന്താണ്? ദ എക്സ്ക്യൂസൈറ്റ് സ്ട്രെയിൻസ് ഓഫ് റാഗ് ദർബാറി സ്റ്റിൽ വൈബ്രേറ്റഡ് വിത്തിൻ ദി ഹോൾ. ഓക്കെ, അതാണല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: I listen to you every day, but I can't seem to have enough. What does the emperor mean by this? എന്താണ്? എംപറർ പറയുന്ന ഡയലോഗാണല്ലേ. ഞാൻ എല്ലാ ദിവസവും നിങ്ങളുടെ പാട്ട് കേൾക്കാറുണ്ട്, പക്ഷേ എനിക്ക് ഇതുവരെ അത് മതിയായി എന്ന് തോന്നിയിട്ടില്ല. എംപറർ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ എന്താണ്? The emperor means that the voice and music of Tansen does not make him bored. It shows the excellency of his music. എംപറർ എന്താണ് മീൻ ചെയ്യുന്നത്? ടാൻസൻ്റെ വോയിസും മ്യൂസിക്കും ഒന്നും ഒരിക്കലും അദ്ദേഹത്തിന് ബോറായിട്ട് തോന്നിയിട്ടില്ല. അതിലൂടെ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലുള്ള എക്സലൻസിയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ: വാട്ട് ക്വാളിറ്റി ഓഫ് ടാൻസൻ ഈസ് റിവീൽഡ് വെൻ ഹി സേസ് ദർ ഈസ് സംവൺ ഹു ഈസ് സിങ്സ് ഫാർ ബെറ്റർ ദാൻ ഐ ഡു. ഞാൻ പാടുന്നതിനേക്കാളും നന്നായി പാടുന്ന വേറെ ഒരാളുണ്ടെന്ന് ടാൻസൻ പറയാണ് അല്ലേ? ടാൻസൻ്റെ ഏത് ക്വാളിറ്റിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്? ആൻസർ എന്താണ്? നൊബിലിറ്റി അല്ലെങ്കിൽ ഹംബിലിറ്റി എന്ന് വെച്ചാൽ കുലീനമായ സ്വഭാവം അല്ലേ? ഐ ആം അഫ്രൈഡ് ഹി വിൽ നോട്ട് കം സർ. വാട്ട് ഇംപ്രഷൻ ഡു യു ഗെറ്റ് അബൌട്ട് ദി മാൻ ഫ്രം ദിസ് കമൻറ്റ്? അദ്ദേഹം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ് അല്ലേ? ആ വരില്ല എന്ന് പറഞ്ഞ ആളെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് എഴുതാം? ഹി ഈസ് നൗ ലീഡിങ് എ ലൈഫ് ഓഫ് എ സെയിൻറ്റ്, സോ ഹി വിൽ നോട്ട് ബി റെഡി ടു വിസിറ്റ് ദ പാലസ് ആൻഡ് സിങ് എ സോങ്. ഓക്കെ, എന്താണ് അയാൾ എന്താണ് ചെയ്യുന്നത്? അയാളിപ്പോൾ ഒരു സെയിൻറ്റിൻ്റെ ലൈഫാണ് ജീവിക്കുന്നത് അല്ലേ? അതുപോലെയുള്ളൊരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാലസിലേക്ക് വരാനും പാട്ട് പാടാനൊന്നും റെഡിയല്ല. If you were the emperor, how would you react to the comment? നിങ്ങളായിരുന്നു എംപറർ എങ്കിലും നിങ്ങൾ ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും? ആൻസർ എന്ത് എഴുതാം? ഐ തിങ്ക് ഐ വിൽ ബി റിയാക്റ്റഡ് ഇൻ ദി സെയിം മാനർ ബിക്കോസ് വി ഷുഡ് റെസ്പെക്റ്റ് അതേഴ്സ് ഒപ്പീനിയൻ. ഓക്കെ, നമ്മളെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നാണ് അല്ലേ? എങ്ങനെ ഇക്കാരം നമ്മളും അതേ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യുന്നത് അല്ലേ? കാരണം എന്താ? നമ്മൾ ബാക്കിയുള്ളവരുടെ അഭിപ്രായത്തിനെ ബഹുമാനിക്കണം അല്ലേ? വാട്ട് വാസ് അക്ബർസ് റിയാക്ഷൻ ടു ഇറ്റ്? ഇതിനോട് അക്ബറിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? ആൻസർ: അക്ബർ കാംലി സെഡ് ദാറ്റ് ഇഫ് ഹി വാസ് നോട്ട് റെഡി ടു വിസിറ്റ് ദ പാലസ് അക്ബർ വുഡ് ഗോ ടു ഹിം. അക്ബർ എന്താണ് കാമായിട്ട് പറഞ്ഞില്ലേ? ശാന്തമായിട്ട് തന്നെ പറഞ്ഞത്. എന്താ പറഞ്ഞ്? അദ്ദേഹം ഇങ്ങോട്ട് വരാൻ റെഡി അല്ലെങ്കിൽ അക്ബർ അങ്ങോട്ട് പോയി കാണാമെന്ന് പറയാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: വൈ ഡിഡ് ടാൻസൻ ആസ്ക് അക്ബർ ടു കം ആസ് ആൻ ഓർഡിനറി മാൻ? എന്തുകൊണ്ടാണ് ടാൻസൻ അക്ബറിനോട് സാധാരണ മനുഷ്യരെ പോലെ വരണമെന്ന് പറഞ്ഞത്? രാജാവിനെ പോലെയൊന്നും വരാതെ സാധാരണ മനുഷ്യരെ പോലെ വരണമെന്ന് എന്തിനാണ് പറഞ്ഞത്? എന്ത് എഴുതാം? ബിക്കോസ് ഹിസ് ഗുരു ലീഡ്സ് ആൻ ഓസ്റ്റർ ലൈഫ് ഓഫ് എ ഹെർമിറ്റ്.
കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ ഗുരു ഒരു ഹെർമിറ്റിൻ്റെ ജീവിതമാണ് ജീവിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഈ രാജകീയമായ രീതിയിലൊക്കെ ചെന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരൂലേ. അതുകൊണ്ടാണ് സാധാരണ ഒരാളെ പോലെ ചെല്ലാൻ പറഞ്ഞത്. 6th question. Why was the Guru amazed when Tansen committed a mistake? അതെ, ടാൻസന് ഒരു മിസ്റ്റേക്ക് പറ്റിയപ്പോൾ ഗുരു എന്തുകൊണ്ടാണ് അത്ഭുതപ്പെട്ടത് എന്നാണ്. എന്തുകൊണ്ടാണ്? ടാൻസൻ വാസ് എ ഗ്രേറ്റ് മ്യൂസീഷ്യൻ. എ മിസ്റ്റേക്ക് കമ്മിറ്റഡ് ബൈ ടാൻസൻ വാസ് ക്വൈറ്റ് ഇമ്പോസിബിൾ, സോ ഹി വാസ് അമേസ്ഡ്. എന്താണ്? ടാൻസന് നല്ല ജ്ഞാനമുള്ള ഒരു മ്യൂസീഷ്യനാണ് അല്ലേ. അതുപോലെ തന്നെ ഗുരുവിന് ടാൻസിനെ പറ്റി നന്നായി അറിയാൻ ചെയ്യാം. അത്ര പെട്ടെന്നൊന്നും ഒരു മിസ്റ്റേക്ക് പറ്റുന്ന ആളല്ല അല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്ഭുതം തോന്നിയത്. 7th question. Why did Tansen make a mistake? ടാൻസൻ എന്തിനു വേണ്ടിയാണ് മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്? Tansen knew his Guru well. If he committed a mistake, his Guru would correct him. So he made a mistake. ഓക്കെ, ടാൻസന് ഗുരുവിനെ പറ്റി നന്നായിട്ട് അറിയാം അല്ലേ. ടാൻസന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ എന്തായാലും ഗുരു അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ ഗുരു പാടി കൊടുക്കും അല്ലേ. അതുകൊണ്ടാണ് ടാൻസന് മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്. 8th question. What effect did the song of Sant Haridas have on nature? അതെ, സാൻറ്റ് ഹരിദാസിൻ്റെ സോങ് എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കിയത്? ഓൺ നാച്ചുറാണല്ലേ. നാച്ചുറിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കിയത്? ഓക്കെ, അത് പോയത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. The melody of Guru's voice spread across the forest like the first glimmer of dawn or the fragrance of jasmine. അതെ, അത് നമ്മൾ പോയത്തിലുണ്ടല്ലോ അല്ലേ. ജാസ്മിനെ പോലെയും അതുപോലെ എന്താണ് സൂര്യൻ്റെ കിരണങ്ങളെ പോലെയും എന്നൊക്കെ നമ്മൾ സോങ്ങിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ബി എന്താണ്? ഓൺ അക്ബർ ആൻഡ് ടാൻസൻ. അക്ബറിനും ടാൻസനും എന്താണ് സംഭവിച്ചത്? ബോത്ത് അക്ബർ ആൻഡ് ടാൻസൻ ലിസൺ ടു സാൻറ്റ് ഹരിദാസ് ആസ് ഇഫ് ദേ വർ ഹിപ്നോട്ടിസ്ഡ്. അവർ രണ്ടുപേരും ഹിപ്നോട്ടിസ് ചെയ്ത പോലെ ആയില്ലേ. 9th question. Why couldn't Tansen reach the heights of his Guru's music? മ്യൂസിക്കിൽ എന്തുകൊണ്ടാണ് ഗുരുവിൻ്റെ അത്രയും ഉയരങ്ങളിൽ ടാൻസൻ എത്താഞ്ഞത്? Tansen sang according to the command of the emperor, but Guruji sang for the King of Kings. It sprang from the depth of his soul, free and unasked for, so his songs didn't reach the heights of his Guru's music. എന്താണ് ടാൻസന് പാടുന്നത്? എന്താണ്? എംപററിൻ്റെ കമൻറ്റിനനുസരിച്ചാണ് ടാൻസൻ പാടുന്നത് അല്ലേ. നമ്മൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പാടിയാലല്ലേ ഉയരങ്ങളിലൊക്കെ എത്താൻ കഴിയുള്ളൂ അല്ലേ. ഗുരു അങ്ങനെയല്ല, ഗുരുവിൻ്റെ ഇഷ്ടത്തിനാണ് സോങ്സൊക്കെ പാടുന്നത്. അതുകൊണ്ടാണ് ടാൻസൻ ഗുരുവിൻ്റെ അത്രയും ഉയരങ്ങളിൽ എത്താഞ്ഞത്. 10th question. Identify expressions from the story that show Tansen's respect to his Guru. ടാൻസന് ഗുരുവിനോടുള്ള റെസ്പെക്റ്റ് കാണിക്കുന്ന ലൈൻസ് പോയത്തിൽ നിന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഒരു ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. There is someone who sings far better than you. ഓക്കെ അല്ലേ. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ശരി, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.